നേരെ ചൊവ്വേ ഒരു പൂവും കായും വരയ്ക്കാൻ പോലും അറിഞ്ഞൂടാത്ത ഞാൻ എങ്ങനെ മെഹന്തി ഫീൽഡിൽ എത്തിപ്പെട്ടെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ആകപ്പാടെ ഹമ്പ് കൊണ്ട് വരയ്ക്കുന്ന 3 പൂ വരയ്ക്കാൻ അറിയായിരുന്നു. അത് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഞാൻ പഠിച്ചു. അവൾ നല്ലപോലെ ഡ്രോയിങ് ചെയ്യും കേട്ടോ. ഈ ഫേസൊക്കെ അതേപോലെ എക്സാക്റ്റ് അതുപോലെ അവൾ വരയ്ക്കും കേട്ടോ. ഈ ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ വരച്ചിട്ടുള്ള ഫോട്ടോയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൾ നല്ലപോലെ ഡ്രോയിങ് ചെയ്യും. അപ്പോൾ അവൾക്ക് എല്ലാ കഴിവും ഉണ്ട് കേട്ടോ. പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും പടം വരയ്ക്കാനും എല്ലാ കഴിവും. അപ്പോൾ അവളുടെ കഴിവിൽ നിന്ന് കുറച്ച് കഴിവ് ഞാൻ ഇങ്ങോട്ട് എടുത്തു. ആ 3 ഹമ്പുള്ള പൂ വരയ്ക്കാനേ. ഓക്കെ. അതിന് ശേഷമാണ് എനിക്ക് ഈ മെഹന്തി ഫീൽഡിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയത്. കാരണം അന്നേരമൊക്കെ ഈ മെഹന്തി എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. മുമ്പൊന്നും അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ആ ഒരു ടൈം ഈ ഒരു ഇടക്കാലം വെച്ച് ഭയങ്കര അങ്ങ് ട്രെൻഡിങ് ആയി. അപ്പോൾ എനിക്കും ഈ ഒരു ഫീൽഡിലോട്ട് വരണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ വരുന്നത്. അപ്പോഴും എൻ്റെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ലയൻറ്റൊക്കെ ഏതെങ്കിലും ഡിസൈൻ തന്നതിന് അതെനിക്ക് വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ, അയ്യോ വരച്ചിട്ട് തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ കുറേ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് പറ്റുമെങ്കിലും പക്ഷേ ഈ ഫീൽഡിൽ വന്നു കഴിയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കും. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. കാരണം ക്ലയൻറ്റ് തരുന്ന ഡിസൈൻ നമ്മൾ അതേപോലെ വരയ്ക്കാൻ പഠിക്കും, വരച്ചിട്ട് കൊടുക്കുകയും ചെയ്യും. അതാണ് ഈ ഫീൽഡിൻ്റെ പ്രത്യേകത. ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ ഈ ഫീൽഡ് വിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം. ഈ ഫീൽഡ് വിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് കിട്ടുന്ന വർക്കെല്ലാം ഞാൻ മാക്സിമം എടുക്കാറുമുണ്ട് വരുന്ന സമയത്ത്. പിന്നെ കോളേജും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ അധികം വർക്കൊന്നും എടുക്കാൻ പറ്റാറില്ല. എന്നാലും മാക്സിമം ഞാൻ വർക്കൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് സുലു എനിക്കൊരു ഡിസൈനും കൊണ്ട് തന്നിട്ട് അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ആ ഡിസൈൻ ആണെങ്കിൽ കൈയുടെ പുറത്തിടുന്നതായിരുന്നു. നമ്മളൊക്കെ അവളെ കൈയുടെ അകത്താണ് ഇടാൻ പറഞ്ഞത്. അപ്പോൾ അതിട്ട് കൊടുത്തു. അപ്പോൾ എക്സാക്റ്റ് ആ ഒരു ഡിസൈൻ തന്നെ ഞാൻ അവൾക്ക് ഇട്ട് കൊടുത്തു. ഇതായിരുന്നു ആ മെഹന്തി ഡിസൈൻ. ഇതെൻ്റെ കണ്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്